കോഴിക്കോട്ട് വീണ്ടും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ഇസ്രായേലിലേക്ക് ജോലി വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനെ തുടർന്ന് യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പേരാമ്പ്ര മുതുകാട് സ്വദേശി ജോഷിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ജോഷിക്ക് പുറമെ നിരവധി പേർ ഇത്തരത്തിൽ വഞ്ചിതരായിട്ടുണ്ടെന്ന പരാതി. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഏത് രീതിയിലുള്ള ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പാണ് ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്നത്? രോഹിണി, ഇസ്രയേലിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മുതുകാട് സ്വദേശിയായിട്ടുള്ള ജോഷിയാണ് ഈ ഇസ്രയേലിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പേരാമ്പ്രയിലുള്ള ഗ്രേസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേലിൽ വിവിധ ജോലിയുണ്ട്, വിവിധ കമ്പനികളുണ്ട്. ആ കമ്പനികളിലേക്ക് നേരിട്ട് തങ്ങൾക്ക് ഇവിടെ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ട് അവിടെ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ച് ജോഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് തുക ഈ കൺസൾട്ടൻസി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ തുക വാങ്ങിയിട്ട് പോലും തങ്ങൾക്ക് ആർക്കും തന്നെ ജോലി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോഷി അല്പം മുമ്പ് ഈ കൺസൾട്ടൻസിക്ക് മുന്നിൽ ഒരു പെട്രോൾ കുപ്പിയുമായി എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഇവർ പറയുന്ന പ്രധാന കാര്യം, ഒന്നുകിൽ ഇസ്രയേലിൽ തങ്ങൾക്ക് ജോലി നൽകുക, അല്ലാത്ത പക്ഷം തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 5-6 ലക്ഷം രൂപയുണ്ട്, ഈ പണമൊക്കെ തിരിച്ചു നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കൺസൾട്ടൻസിക്ക് മുന്നിൽ ഈ ജോഷി, മുക്കം സ്വദേശിയായിട്ടുള്ള ജോഷി അല്പം മുൻപ് ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്തെത്തിയത്. പോലീസ് സ്ഥലത്തെത്തിയാണ് ഇയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മാത്രമല്ല, ഈ പേരാമ്പ്ര പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഗ്രേസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് മറ്റ് പരാതികളൊന്നും ഇതിനു മുൻപ് വന്നിട്ടില്ല. പക്ഷേ ഇതിന് ശേഷം ഇത്തരത്തിൽ നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പേരാമ്പ്ര പോലീസ് നടത്തുന്നുണ്ട്. ഈ ഗ്രേസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പേരാമ്പ്ര പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കൺസൾട്ടൻസിക്ക് മുന്നിൽ വനിതകളടക്കം നിരവധി പേർ തങ്ങളും ഈ ജോലിക്കായി, ഇസ്രയേലിലെ ജോലിക്കായി പണം ഈ കൺസൾട്ടൻസിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.